കണ്ടാൽ ഓട്ടോയുമല്ല കാറുമല്ല, പിന്നെ ഇതെന്ത് സംഗതിയാണ്? ഭിന്നശേഷിക്കാർക്കായി സവിശേഷമായ സൗകര്യങ്ങളും സവിശേഷതകളുമുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ് തമിഴ്നാട്ടിലെ IIT മദ്രാസിൽ നിന്നുള്ള യാലി മൊബിലിറ്റി എന്ന കമ്പനി ഒരുക്കിയിരിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുമായി ഇന്ത്യൻ കമ്പനി നിർമ്മിച്ച മുച്ചക്ര ഇലക്ട്രിക് വാഹനമാണിത്. ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഈ മുച്ചക്ര വാഹനത്തിൽ കയറാമെന്നതാണ് ഇതിൻ്റെ ഒരു മികച്ച സവിശേഷതകളിൽ ഒന്ന്. ഭിന്നശേഷിക്കാർക്ക് അവരുടെ യാത്രകൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് യാലി മൊബിലിറ്റി ഈ വാഹനം ഒരുക്കിയിരിക്കുന്നത്. കാറുകൾക്കുള്ള പോലെ ഈ മുച്ചക്ര വാഹനത്തിനും യാലി മൊബിലിറ്റി ഒരു പ്രത്യേക റിമോട്ട് നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ പിൻവാതിൽ തുറക്കാനുള്ള സൗകര്യം അതിലുണ്ടാകും. ഈ വാഹനത്തിൽ പിൻവശം വഴി മാത്രമേ ഒരാൾക്ക് കയറാനും ഇറങ്ങാനും സാധിക്കൂ. ഒരു ഭിന്നശേഷിക്കാരൻ്റെ വീൽ ചെയറിന് കൃത്യമായി അകത്തേക്ക് കടക്കാനുള്ള വീതിയാണ് ഈ ഡോറിന് ഉള്ളത്. ഇതിൽ ഒരാൾക്ക് മാത്രമേ കയറാനും ആകൂ. ഇവിടെ റിമോട്ട് അമർത്തുമ്പോൾ പിറകിലെ ഡോർ റോഡിലേക്ക് വന്നൊരു റാമ്പ് പോലെ പ്രവർത്തിക്കും. ഇതോടൊപ്പം വാഹനത്തിന്റെ പിൻഭാഗവും ചെറുതായി അമർന്നിരിക്കുന്നതിനാൽ ഭിന്നശേഷിക്കാർക്ക് സ്വയം വീൽ ചെയർ തള്ളി വാഹനത്തിന്റെ അകത്തേക്ക് കയറാം. വീൽ ചെയർ വാഹനത്തിന് അകത്തേക്ക് കയറ്റാൻ പരസഹായം ആവശ്യമില്ല. അകത്ത് കയറിയ ശേഷം പിൻഭാഗം പൂർവ്വസ്ഥിതിയിലുമാക്കാം. ഈ വാഹനത്തിന് പ്രത്യേക ഹാൻഡിൽ ബാർ, ലൈറ്റ് സിസ്റ്റം തുടങ്ങിയവയുമുണ്ട്. കൂടാതെ സ്കൂട്ടർ പോലെ ഓടിക്കാനും സാധിക്കും. ഇതോടൊപ്പം സുരക്ഷിതമായി നിർത്താനായി ഈ വാഹനത്തിൽ ഒരു ഡിസ്ക് ബ്രേക്ക് നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിനൊരു പ്രത്യേക ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാർക്ക് ഈ വാഹനത്തിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഇരുചക്ര വാഹനമോ ഓട്ടോയോ പ്രവർത്തിപ്പിക്കുന്നത് പോലെ എളുപ്പവുമാണ് ഈ വണ്ടിയും ഓടിക്കാൻ. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മുച്ചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന ഒത്തിരി ഭിന്നശേഷിക്കാരെ കാണാൻ സാധിക്കും. എന്നാൽ അവയിൽ പലതും 2 വീലറുകൾ രൂപം മാറ്റി വരുത്തിയതാണ്. ഇതിൽ കയറാനും ഇറങ്ങാനുമെല്ലാം ഒരാളുടെ സഹായം കൂടിയേ തീരൂ. എന്നാൽ യാലി മൊബിലിറ്റി നിർമ്മിച്ച ഈ ഒരു വാഹനം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓടിക്കാമെന്നതിൽ ഭിന്നശേഷിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഇലക്ട്രിക് വാഹനത്തിന്റെ ബാറ്ററി, ഇലക്ട്രിക് മോട്ടോർ റേഞ്ച് എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും ഈ വാഹനം ഫുൾ ചാർജിൽ 130 കിലോമീറ്ററിലധികം സഞ്ചരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ താഴെയായിരിക്കും ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്നാണ് കരുതുന്നത്. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിഭാഗം വളർച്ചയുടെ പാതയിലൂടെ നീങ്ങുമ്പോൾ അതിൽ ഭിന്നശേഷിക്കാരെ അടക്കം ചേർത്ത് പിടിക്കുന്നത് അഭിനന്ദനാർഹമാണ്. ഭിന്നശേഷിക്കാർക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ഇലക്ട്രിക് വാഹനം ഇതിനകം തന്നെ വിൽപ്പനയ്ക്ക് ലഭ്യമായിട്ടുണ്ട്.